ജൂലൈ 12 വെള്ളിയാഴ്ച. മത്തായി 10-ാം അധ്യായം 16 മുതൽ 23 വരെ വാക്യങ്ങൾ. 2022 ഡിസംബറിൽ ഇന്ത്യയിലെ ഒരു ഗ്രാമത്തിലെ 7 ക്രിസ്ത്യൻ കുടുംബങ്ങൾക്ക് അവരുടെ വീടുകൾ നഷ്ടപ്പെട്ടു. ഹിന്ദു മതത്തിലേക്ക് മടങ്ങി വരാത്തതിനാൽ അവർക്ക് അവരുടെ ഗ്രാമം വിട്ട് കാട്ടിൽ താമസിക്കേണ്ടി വന്നു. കിട്ടാവുന്നതുകൊണ്ട് അതിജീവിച്ച് പീഡകർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവർ 1 മാസത്തോളം കാട്ടിൽ ചിലവഴിച്ചു. ഒടുവിൽ അവരെ ഗ്രാമത്തിലേക്ക് തിരികെ വരാൻ അനുവദിച്ചപ്പോൾ അവർ കണ്ടത് തങ്ങളുടെ വീടുകൾ കൊള്ളയടിക്കപ്പെട്ടതായിട്ടാണ്. അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ അവിടെ ഒന്നുമില്ലായിരുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരെ പീഡകൾക്കായി ഒരുക്കുന്നത് നാം കാണുന്നു. ഞാൻ നിങ്ങളെ ചെന്നായ്ക്കളുടെ നടുവിലേക്ക് ആടുകളെപ്പോലെ അയക്കുന്നു. അതിനാൽ സർപ്പങ്ങളെപ്പോലെ ജ്ഞാനികളും പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരുമായിരിക്കുക എന്നാണ് കർത്താവ് പറഞ്ഞത്. തൻ്റെ ശിഷ്യന്മാർക്ക് കടുത്ത പ്രതിരോധം നേരിടേണ്ടി വരുമെന്ന് യേശുവിന് അറിയാമായിരുന്നു. അതിനാൽ തൻ്റെ ദാസൻ എന്നതിൻ്റെ അർത്ഥത്തെക്കുറിച്ചുള്ള ഏതെങ്കിലും ആദർശപരമായ ആശയം അവൻ ഉടനടി നിരസിച്ചു. പീഡനവും വിശ്വാസവഞ്ചനയും അപ്രതീക്ഷിത സ്ഥലങ്ങളിൽ നിന്നും എല്ലാത്തരം ആളുകളിൽ നിന്നും ഒരുപക്ഷെ കുടുംബത്തിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്ന് പോലും വരാൻ സാധ്യതയുണ്ട് എന്ന് യേശു അവരോട് പറഞ്ഞു. ചെന്നായ്ക്കൾക്ക് നടുവിൽ ആടുകൾ ആവുക എന്നത് കർത്താവിൻ്റെ ഉചിതമായ ഒരു ചിത്രമാണ്. നാം അവൻ്റെ വിളി എങ്ങനെ അനുസരിക്കുന്നുവെന്നും ശത്രുതാപരമായ വെല്ലുവിളികൾക്കിടയിൽ ചിതറിക്കിടക്കുന്ന ആത്മാക്കളിലേക്ക് രക്ഷയുടെ സന്ദേശം എങ്ങനെ എത്തിക്കുന്നുവെന്നും അത് ചിത്രീകരിക്കുന്നു. സൗമ്യതയും നിഷ്കളങ്കതയുമുള്ള ആടുകളുടെ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്ന സന്ദേശമായിരിക്കണം നമ്മുടേതും. സ്നേഹത്തിൻ്റെയും അനുകമ്പയുടെയും സന്ദേശം. കൃപയും കാരുണ്യവും ദയയും വിനയവും, ഇതാണ് പ്രാവുകളെപ്പോലെ നിരപരാധി എന്ന് അർത്ഥം. ജ്ഞാനവും സത്യവും നിർമ്മലതയും, ഇതാണ് സർപ്പങ്ങളെപ്പോലെ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. നാം നമ്മുടെ മനോഭാവവും പ്രവൃത്തികളും ശുദ്ധവും നിരുദ്രകരവുമായി സൂക്ഷിക്കണം. നമ്മുടെ കണ്ണുകൾ തുറന്ന് ജാഗ്രതയോടെയും സുബോധത്തോടെയും ഇരിക്കണം. കാരണം നമ്മുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെപ്പോലെ ആരെയാണ് വിഴുങ്ങേണ്ടത് എന്ന് നോക്കി നടക്കുകയാണ്. ആദിമസഭയിൽ സഭയെ ഉപദ്രവിച്ച ഫരിസേയരും യഹൂദ മത അധ്യാപകരുമാണ് യേശുവിൻ്റെ സാദൃശ്യത്തിലെ ചെന്നായ്കൾ. എന്നാൽ ചെന്നായ്ക്കളുടെ ഇടയിൽ ചെമ്മരിയാടുകളെപ്പോലെ ആയിരിക്കാനുള്ള ജാഗ്രത ഇന്നത്തെ ലോകത്തും യേശുക്രിസ്തുവിൻ്റെ അംബാസഡർമാരായി ജീവിക്കേണ്ട വിശ്വാസികൾക്ക് പ്രസക്തമാണ്. നമ്മുടെ ഇടയനില്ലാതെ നമ്മൾ പ്രതിരോധമില്ലാത്തവരും അപകടത്തിലുമായിരിക്കും. എന്നാൽ യേശുവിനോടൊപ്പം നമുക്ക് സംരക്ഷണവും സമാധാനവും ഉണ്ടാകുമെന്ന് ഉറച്ചു വിശ്വസിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ
പോളച്ചൻ CSSR from Guwahati, Assam.